അപേക്ഷിക്കാത്ത ജോലി ലഭിച്ചെന്ന വ്യാജ സന്ദേശങ്ങളോടും ആകർഷകമായ തൊഴിൽ വാഗ്ദാനങ്ങളോടും തൊഴിലന്വേഷകർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മുൻപ് അപേക്ഷ നൽകിയിട്ടില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന ശമ്പളവും ഉടനടിയുള്ള നിയമനവും വാഗ്ദാനം ചെയ്ത് വാട്സാപ്പ്, SMS, ഇമെയിൽ എന്നിവ വഴിയെത്തുന്ന സന്ദേശങ്ങൾ വലിയ തട്ടിപ്പിന്റെ ഭാഗമാകാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിയമന നടപടികൾക്കോ വിസ പ്രോസസ്സിംഗിനോ ആയി പണം ആവശ്യപ്പെടുകയോ വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ പങ്കുവെക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നവരിൽ നിന്ന് വിട്ടുനിൽക്കണം. UAE നിയമപ്രകാരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ഫീസോ മറ്റ് ചെലവുകളോ ഈടാക്കുന്നത് കുറ്റകരമാണ്. ഔദ്യോഗിക ഓഫർ ലെറ്ററുകൾ മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി പരിശോധിച്ചുറപ്പിക്കാമെന്നും സംശയാസ്പദമായ ജോലി ഓഫറുകൾ ലഭിച്ചാൽ 600590000 എന്ന നമ്പറിലോ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ ഉടൻ പരാതിപ്പെടണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. തൊഴിൽ നിയമലംഘനങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കി ഒമാൻ. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ, അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയത്ത് നടത്തിയ വ്യാപക പരിശോധനകളിൽ 11,000-ലധികം പ്രവാസി തൊഴിലാളികൾക്കെതിരെയാണ് തൊഴിൽ മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. ഇതിൽ ഗുരുതര നിയമലംഘനം നടത്തിയ 2,944 പേരെ രാജ്യത്ത് നിന്ന് നാടുകടത്തി. അനുമതിയില്ലാതെ ജോലി ചെയ്യുക, വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുക, റെസിഡൻസി കാർഡിലെ തൊഴിൽ നിബന്ധനകൾ ലംഘിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് പ്രധാനമായും നടപടി. 6 മാസത്തിനിടെ 5,000-ലധികം മിന്നൽ പരിശോധനകളാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇതിൽ 4,680 കേസുകൾ തുടർ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. തൊഴിൽ വിപണിയിലെ അനധികൃത പ്രവണതകൾ തടയാനും ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒമാനൈസേഷൻ നയം കാര്യക്ഷമമായി നടപ്പിലാക്കാനുമാണ് ഈ കർശന നീക്കം. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഉച്ചവിശ്രമ നിയമം ഉൾപ്പെടെയുള്ള ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ സ്ഥാപനങ്ങളിൽ വെച്ചു പൊറുപ്പിക്കരുതെന്നും തൊഴിലുടമകൾക്ക് മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഖത്തർ എയർവേസ്. എയർലൈനിന്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ച സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഡയറക്റ്റ് മെസ്സേജുകളിലൂടെയും ആളുകളിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കമ്പനി മുന്നറിയിപ്പ് നൽകിയത്. പാസ്വേഡുകൾ, OTP, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സോഷ്യൽ മീഡിയ വഴിയോ ഫോൺ സന്ദേശങ്ങൾ വഴിയോ ഖത്തർ എയർവേസ് ഒരിക്കലും ആവശ്യപ്പെടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗജന്യ വിമാന ടിക്കറ്റുകളോ വൻ വിലക്കുറവോ വാഗ്ദാനം ചെയ്തുള്ള വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുതെന്നും സൈബർ സുരക്ഷാ വിദഗ്ധരും ഓർമ്മിപ്പിക്കുന്നു. ബുക്കിംഗുകൾക്കും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി ഖത്തർ എയർവേസിന്റെ വെരിഫൈഡ് വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ മാത്രം ഉപയോഗിക്കുക. സംശയാസ്പദമായ സന്ദേശങ്ങളോ അക്കൗണ്ടുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗത്തിലോ ഖത്തർ എയർവേസിന്റെ ഔദ്യോഗിക കസ്റ്റമർ കെയറിലോ വിവരമറിയിക്കേണ്ടതാണ്. എല്ലാ പ്രചാരണങ്ങളെയും കാറ്റിൽ പറത്തി ദുബായിയുടെ ജനസംഖ്യ 47.4 ലക്ഷം കടന്ന് പുതിയ റെക്കോർഡിലെത്തി. ഏറ്റവും പുതിയ തത്സമയ ഡേറ്റ പ്രകാരം 2026 ആദ്യ 7 മാസങ്ങളിൽ മാത്രം 1.6 ലക്ഷത്തിലധികം ആളുകളാണ് പുതുതായി ദുബായിലേക്ക് എത്തിയത്. പ്രവാസികൾ ദുബായ് ഉപേക്ഷിച്ചു പോകുന്നു എന്ന വ്യാജ വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ കണക്കുകൾ. സ്ഥിരതാമസക്കാർക്ക് പുറമെ ജോലിക്കാരും വിനോദസഞ്ചാരികളും എത്തുന്നതോടെ പകൽ സമയങ്ങളിൽ നഗരത്തിലെ ജനസംഖ്യ 63.9 ലക്ഷം വരെ ഉയരാറുണ്ട്. തത്സമയ ജനസംഖ്യ നിരീക്ഷണത്തിനായി ദുബായ് പോപ്പുലേഷൻ നൗ എന്ന AI അധിഷ്ഠിത പ്ലാറ്റ്ഫോമിനും ഭരണകൂടം തുടക്കം കുറിച്ചിട്ടുണ്ട്. 1881 വെറും 12,000 മാത്രമായിരുന്ന ജനസംഖ്യയിൽ നിന്ന് കഴിഞ്ഞ 145 വർഷത്തിനിടെ 395 മടങ്ങിലധികം വളർച്ചയാണ് നഗരം കൈവരിച്ചത്. മികച്ച ജീവിത സൗകര്യങ്ങളും തൊഴിലവസരങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവുമാണ് വിദേശികളെ ഇവിടേക്ക് വൻതോതിൽ ആകർഷിക്കുന്നത്. ഈ ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച ദുബായിയുടെ D33 സാമ്പത്തിക അജണ്ടയ്ക്കും 1 ട്രില്യൺ ദിർഹം സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കുമുള്ള കുതിപ്പിനും വലിയ കരുത്തേകും. AI സാങ്കേതികവിദ്യയുടെ കടന്നുവരവ് UAEയിലെ പ്രൊഫഷണലുകളുടെ ജോലിഭാരവും തൊഴിൽ സമ്മർദ്ദവും വർദ്ധിപ്പിച്ചതായി ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് നടത്തിയ സർവേ വെളിപ്പെടുത്തുന്നു. തസ്തിക മാറ്റമോ ശമ്പള വർധനവോ ഇല്ലാതെ തന്നെ ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്ന ഷാഡോ വർക്ക് ലോഡ് എന്ന പ്രതിഭാസമാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർവേയിൽ പങ്കെടുത്ത 80% ജീവനക്കാരും തങ്ങളുടെ അടിസ്ഥാന ചുമതലകൾക്ക് പുറമെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരുന്നുണ്ടെന്ന് സമ്മതിച്ചപ്പോൾ 49% പേർ ജോലി സമയം വർദ്ധിച്ചതായി വ്യക്തമാക്കി. AI ടൂളുകൾ വലിയ ചുമതലകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് 73% പേർ അഭിപ്രായപ്പെടുമ്പോഴും സാങ്കേതികവിദ്യ ജോലിയുടെ വേഗതയും അളവും അമിതമായി കൂട്ടുന്നത് ജീവനക്കാരിൽ കടുത്ത ശാരീരിക മാനസിക തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത 43% ജീവനക്കാരെയും ഈ ബേൺഔട്ട് പ്രശ്നങ്ങൾ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കമ്പനികൾ ജോലികൾ കൃത്യമായി വീതിച്ചു നൽകാനും ആവശ്യാനുസരണം താൽക്കാലിക വിദഗ്ധരുടെ സേവനം തേടാനും തയ്യാറായില്ലെങ്കിൽ ഇത് ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമതയെയും സ്ഥാപനങ്ങളുടെ ദീർഘകാല വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
സൗദി അറേബ്യയിലെ കഠിനമായ വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം തേടി സഞ്ചാരികളുടെ പ്രവാഹത്തോടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് പർവ്വത നഗരമായ അൽബാഹ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 മീറ്റർ ഉയരത്തിൽ സർവാത്ത് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അൽബാഹയിലെ മിതമായ കാലാവസ്ഥയും ഹരിതാഭം നിറഞ്ഞ പ്രകൃതി ഭംഗിയുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. മൂടൽമഞ്ഞണിഞ്ഞ വനങ്ങളും താഴ്വരകളും പൈതൃക ഗ്രാമങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. തിരക്ക് വർദ്ധിച്ചതോടെ മലനിരകളിലേക്കുള്ള ചുരം റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ അനുഭവപ്പെടുന്നുണ്ട്. സായാഹ്നങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഇവിടുത്തെ പ്രധാന പാർക്കുകളിലും പ്രകൃതിദത്ത കേന്ദ്രങ്ങളിലും കുടുംബങ്ങൾക്കായി വിപുലമായ വിശ്രമ സൗകര്യങ്ങളും നടപ്പാതകളും മുനിസിപ്പാലിറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ ടൂറിസം കേന്ദ്രമായി ഉയർന്നുവരുന്ന അൽബാഹയിൽ സന്ദർശകർക്കായി റിസോർട്ടുകളും കേബിൾ കാർ സൗകര്യങ്ങളും സാഹസിക വിനോദങ്ങളും അധികൃതർ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.